Okay, India 7 വെച്ചിട്ട് നമുക്ക് ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കണം. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ നോക്കുക. ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് വരയ്ക്കാം. ഇവിടെ ലയബിലിറ്റി 2018-19, അപ്പോൾ അസറ്റ് 2018-19 നോക്കുക. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, പിന്നെ 8% റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, പിന്നെ ജനറൽ റിസോഴ്സ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രപ്പോസ് ഡിവിഡൻഡ് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്, പിന്നെ ബിൽസ് പേയബിള്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, ഇതൊക്കെ ഉണ്ട്. ഇവിടെ അസറ്റിലുള്ളത് ഗുഡ്വിൽ ഉണ്ട്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ്, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ബിൽസ് റിസീവബിൾ ഉണ്ട്, ക്യാഷ് ഉണ്ട്, ബാങ്ക് ഉണ്ട്. ബാലൻസ് ഷീറ്റ് കൂട്ടുമ്പോൾ 6,77,000-ഉം 8,70,000-ന് കിട്ടുന്നു. ഇനി ക്വസ്റ്റ്യൻ അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ട്. ഇതാണ് അഡീഷണൽ ഇൻഫർമേഷൻ. അവിടെ India 7 വെച്ചുള്ള ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ് വരയ്ക്കേണ്ടത്. പിന്നെ ഡിപ്രിസിയേഷൻ കൊടുത്തിട്ടുണ്ട് 10,000 പ്ലാന്റിന്റെ, 20,000 ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ, ഇന്റർവ്യൂ ഡിവിഡന്റ് 20,000 2019-ല്, പിന്നെ ഇൻകം ടാക്സ് പെയ്ഡ് 35,000 2019-ല്. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ ഡാറ്റ ഉള്ളത്. അപ്പൊ അക്കൗണ്ട്സ് ഉണ്ടാക്കണം, അതിൽ ചേഞ്ച് ഒന്നുമില്ല. India 7 ആകുമ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുമ്പോൾ ചേഞ്ച് ഉള്ളൂ, അക്കൗണ്ട്സ് ഉണ്ടാക്കുമ്പോൾ ചേഞ്ച് ഒന്നുമില്ല. അപ്പൊ ആദ്യം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കൂ. ഇവിടെ കണ്ടോ, ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റിൽ എഴുതി, ബൈ ബാലൻസ് വിബാഡി എത്ര ലക്ഷം കേട്ടോ, 3 ലക്ഷം. ഇവിടെ 30 ലക്ഷം എഴുതിക്കണം, ശരിയാകട്ടെ, 3 ലക്ഷം കേട്ടോ, 3 ലക്ഷമാണ് കിട്ടുക, 3 ലക്ഷം. പിന്നെ ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റിൽ എഴുതി, ടു ബാലൻസ് വിബാഡി 4 ലക്ഷം അല്ലെ, ശരിയാണ്. ഇനി ബാലൻസ് ചെയ്യുക, അത് ക്രെഡിറ്റിലെ കിട്ടുക, ബൈ ക്യാഷ് 1 lakh. അടുത്ത അക്കൗണ്ട് റിഡീമബിൾ 8% റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റിൽ എഴുതി, ബൈ ബാലൻസ് വിബാഡി 1 ലക്ഷം, അതാണ് ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റിൽ എഴുതി, ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റിൽ എഴുതുക, ടു ബാലൻസ് വിബാഡി 1 ലക്ഷം, ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റിലാണ് കിട്ടുക, ടു ക്യാഷ് 50,000. ഓക്കെ. അടുത്ത അക്കൗണ്ട് ജനറൽ റിസർവ് അക്കൗണ്ട്. ഓപ്പണിംഗ് ബാലൻസ് ബൈ ബാലൻസ് വിബാഡി 40,000, ക്ലോസിംഗ് ബാലൻസ് ടു ബാലൻസ് വിബാഡി 70,000, ബാലൻസ് ചെയ്യുക, ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രപ്പോസ് ഡിവിഡൻഡ് അക്കൗണ്ട്. ലയബിലിറ്റി അക്കൗണ്ടിലൊക്കെ തന്നെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റിൽ എഴുതുന്നുണ്ട്, ബൈ ബാലൻസ് വിബാഡി 42,000, ക്ലോസിംഗ് ബാലൻസ് ടു ബാലൻസ് വിബാഡി 50,000. ഇക്കൊല്ലം പേ ചെയ്ത ഡിവിഡൻഡ് ക്വസ്റ്റ്യന് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസിന്റെ എമൗണ്ട് തന്നെ പേ ചെയ്തെന്ന് വിചാരിക്കണം. അതാണ് ടു ക്യാഷ് 42,000. അതിന്റെ ബാലൻസ് ചെയ്യണം. പ്രപ്പോസ് ഡിവിഡൻഡ് അക്കൗണ്ട്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട്, ജനറൽ റിസർവ് അക്കൗണ്ട്, ഗുഡ്വിൽ അക്കൗണ്ട്, ഇത്തരത്തിലുള്ള അക്കൗണ്ട് ഒക്കെ ബാലൻസ് ചെയ്യുമ്പോൾ ആ ബാലൻസ് എവിടെ എഴുതുക, ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 50,000. ഇനി പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട്, നെക്സ്റ്റ് അക്കൗണ്ട്. ആ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ എങ്ങനെ, ഇതുപോലെ ഓപ്പണിംഗ് ബാലൻസ് എഴുതി, ബൈ ബാലൻസ് വിബാഡി 40,000, ക്ലോസിംഗ് ബാലൻസ് എഴുതി, ടു ബാലൻസ് വിബാഡി 50,000. ടാക്സ് പേ ചെയ്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് ഡെബിറ്റിൽ എഴുതണം. ഈ ക്വസ്റ്റ്യന് ടാക്സ് പേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അത് 35,000 ആണ്. അപ്പൊ ടു ക്യാഷ് 35,000, ബാലൻസ് ചെയ്യുക, ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 45,000. ഗുഡ്വിൽ അക്കൗണ്ട്. ഗുഡ്വിൽ അക്കൗണ്ട് അസറ്റ് അക്കൗണ്ട് ആയതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റില്, ടു ബാലൻസ് വിബാഡി 1,15,000, ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റില്, ബൈ ബാലൻസ് വിബാഡി 90,000, ബാലൻസ് ചെയ്യുക, ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 25,000. അടുത്ത അക്കൗണ്ട് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട്. ഓപ്പണിംഗ് ബാലൻസ് എഴുതി ഡെബിറ്റില്, ടു ബാലൻസ് വിബാഡി 2 ലക്ഷം, ക്ലോസിംഗ് ബാലൻസ് എഴുതി ക്രെഡിറ്റില്, ബൈ ബാലൻസ് വിബാഡി 1,70,000. ഡിപ്രിസിയേഷൻ വന്നു, അത് ക്രെഡിറ്റിൽ എഴുതി, ബൈ ഡിപ്രിസിയേഷൻ 20,000. എന്നിട്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ഓപ്പണിംഗ് ബാലൻസ് എഴുതി, ക്ലോസിംഗ് ബാലൻസ് എഴുതി, ഡിപ്രിസിയേഷൻ എഴുതി, അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ക്രെഡിറ്റിലാണ് കിട്ടുന്നത്. ക്രെഡിറ്റിൽ കിട്ടിയ ഈ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ സെയിൽ ആയിരിക്കും കേട്ടോ, അത് കാണിക്കുക, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ കാണിക്കുക, 10,000. അടുത്ത അക്കൗണ്ട് പ്ലാന്റ് അക്കൗണ്ട്. അസറ്റ് അക്കൗണ്ട് ആയതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റിൽ എഴുതി 80,000, ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റിൽ എഴുതി 2 lakh, ഡിപ്രിസിയേഷൻ 10,000 ക്രെഡിറ്റിൽ എഴുതി, ബാലൻസ് ചെയ്യുക. ഡെബിറ്റിൽ വന്ന അസറ്റിന്റെ പർച്ചേസ് ആണ്, അത് കാണിക്കുക, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലെ കാണിക്കുക, പ്ലാനിന്റെ പർച്ചേസ് ടു ക്യാഷ് 1,30,000. ഓക്കെ. ഇനി ഇവിടെ വരയ്ക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ച് India 7 വെച്ച് വരയ്ക്കുമ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്നല്ല എഴുതുക, സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ. അതാണ് ഒന്നാമത്തെ ചേഞ്ച്. രണ്ടാമത്തെ ചേഞ്ച്, നിങ്ങൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് എടുക്കണം. അത് India 7 പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ക്വസ്റ്റ്യനിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഇല്ല.
അടുത്ത കാര്യം ഫിനാൻസിങ് ആക്ടിവിറ്റിയിലാണ് ഡിവിഡൻഡ് പെയ്ഡ് കാണിക്കേണ്ടത്. ഫിനാൻസിങ് ആക്ടിവിറ്റിയിലാണ്. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഇന്ത്യ 7ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഈ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ടതൊക്കെയാണ്. അപ്പൊ അത് പേരിലുള്ള വ്യത്യാസം കണ്ടോ? സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ ആസ് പെർ ഇന്ത്യ 7 പെർട്ടിക്കുലർ എമൗണ്ട്. ആദ്യം ഓപ്പറേറ്റ് ആക്ടിവിറ്റി കാണിക്കുക. അതിൽ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 18,000. എന്നിട്ട് അതിന്റെ കൂടെ നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റീവ് എക്സ്പെൻസസ് നമ്മൾ ഇതിന് മുന്നേ വരച്ച അക്കൗണ്ട്സ് നോക്കുക. ഡിപ്രിസിയേഷൻ ഒരു 30,000 ഉണ്ട്. ഗുഡ് വിൽ റേറ്റ് ഓഫ് 25,000 ഉണ്ട്. അതൊക്കെ ആ അക്കൗണ്ടിൽ കിട്ടിയ ബാലൻസ് കേട്ടോ. അക്കൗണ്ടിലൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതിയ ബാലൻസ് ആണ്. ട്രാൻസ്ഫർ ടു ജനറൽ 30,000 ഉണ്ട്. പോർഷൻ ഫോർ ടാക്സേഷൻ 45,000 ഉണ്ട്. ഇന്റർവ്യൂ ഡിവിഡന്റ് അഡ്ജസ്റ്റ്മെന്റ് ഉള്ള 20,000. ഡിവിഡന്റ് പ്രപ്പോസ്ഡ് 50,000. അത് കാണിക്കുക. അത് കാണിച്ചു കഴിഞ്ഞിട്ട് അതെല്ലാം കൂട്ടി കാണിക്കുക. നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ നോൺ ക്യാഷ് നോൺ ഓപ്പറേറ്റീവ് എക്സ്പെൻഡിച്ചർ കൂട്ടിപ്പോ കിട്ടിയത് 2,18,000. ഇതിന്റെ കൂടെയാണ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ചേഞ്ചസ്. ഇപ്പൊ കിട്ടിയത് ക്യാഷ് ഫ്ലോ ബിഫോർ അഡ്ജസ്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. ഇതിന്റെ കൂടെയാണ് കറന്റ് അസറ്റിന്റെയും കറന്റ് ലാബിലിറ്റി ഐറ്റംസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ആ കറന്റ് ലാബിലിറ്റി കൂടിയ കൂട്ടണം. ഇൻക്രീസിങ് ക്രെഡിറ്റേഴ്സ് കറന്റ് ലാബിലിറ്റി കൂടി 28,000. അപ്പൊ 2,46,000 കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? കറന്റ് അസറ്റ് ഇൻക്രീസ് ലെസ് ചെയ്യണം. ഇൻക്രീസ് ഇൻ ഡെപ്റ്റ് 40,000. കറന്റ് ലാബിലിറ്റി ഡിക്രീസ് ലെസ് ചെയ്യണം. ഡിക്രീസ് ഇൻ ബിൽസ് പേയബിൾ 4,000. ഇൻക്രീസ് ഇൻ സ്റ്റോക്ക് 32,000. ഇൻക്രീസ് ഇൻ ബിൽസ് റിസീവബിൾ 10,000. അപ്പൊ 86,000 കിട്ടും. ഈ 40,000, ഈ 4,000, 32,000, ഈ 10,000. അപ്പൊ 86,000 കേട്ടോ. ഇനി ഇതെന്താ ചെയ്യേണ്ടത്? 2,46,000 നിന്ന് 86,000 ലെസ് ചെയ്യുക. ആ സമയത്ത് എത്ര കിട്ടും? 1,60,000. ഇതിനെ വിളിക്കുക ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റീവ് ആക്ടിവിറ്റി. ഇതിന്നാണ് ഇൻകം ടാക്സ് പെയ്ഡ്. അക്കൗണ്ട് നോക്കുക. അക്കൗണ്ട് നോക്കിയിട്ട് ഇൻകം ടാക്സ് പെയ്ഡ് മൈനസ് ചെയ്യണം. ആ ഇൻകം ടാക്സ് പെയ്ഡ് കിട്ടുക 35,000 ആണ്. ആ 35,000 ഇൻകം ടാക്സ് പെയ്ഡ് ആണ്. ആ 35,000 ഇൻകം ടാക്സ് പെയ്ഡ് അക്കൗണ്ട് ഉണ്ട്. അത് മൈനസ് ചെയ്യുമ്പോൾ 1,25,000 കിട്ടും. ഇതിനെ വിളിക്കുക നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റീവ് ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റി ആയിട്ടോ. ഈ രണ്ടാമത്തെ ആക്ടിവിറ്റി ആയി. രണ്ടാമത്തെ ആക്ടിവിറ്റി ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. അപ്പൊ ഇൻവെസ്റ്റ് ആക്ടിവിറ്റി കാണിക്കാം. രണ്ടാമത്തെ ആക്ടിവിറ്റി ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞ PPT-യിലാവും. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ഇതാ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. അതില് പ്ലാന്റ് അക്കൗണ്ടിലുണ്ട് പർച്ചേസ് ഓഫ് പ്ലാന്റ്. അത് 1,30,000 ക്യാഷ് പോയി. അതുകൊണ്ട് ബ്രാക്കറ്റിൽ കാണിച്ചു. സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ക്യാഷ് വന്നു 10,000. രണ്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ 1,20,000 കേട്ടോ. മൈനസ് ആണ്. അടുത്താണ് ഫിനാൻസിങ് ആക്ടിവിറ്റി. അതില് ഒരു അക്കൗണ്ട് നോക്കണ്ടോ. ഇഷ്യൂ ഷെയർസ് 1 lakh. പ്രിഫറൻസ് ഷെയർസിന് റിഡംഷൻ ക്യാഷ് പോയി 50,000. ഇന്റർവ്യൂ പെയ്ഡ് ക്യാഷ് പോയി 20,000. അതുപോലെ പ്രപ്പോസ് ഡിവിഡന്റ് പെയ്ഡ് ക്യാഷ് പോയി 42,000. അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ മൊത്തം ക്യാഷ് പോയി 12,000. അതാണ് നെറ്റ് ക്യാഷ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി കേട്ടോ. ഇനി 3 ആക്ടിവിറ്റിയും കൂടി കൂട്ടാം. ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ്, ഫിനാൻസിങ്. അപ്പൊ നെറ്റ് ക്യാഷ് ഫ്ലോ ഫോർ ദ ഇയർ കിട്ടും 7,000. ഇതിന്റെ കൂടെ നിങ്ങൾ ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് 25,000 ആഡ് ചെയ്യുക. ആ സമയത്ത് 18,000 കിട്ടും. അതായിരിക്കും ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. ഇങ്ങനെയാണ് ഇന്ത്യ 7 വെച്ചിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.